കഴിഞ്ഞ എപ്പിസോഡിൽ ടാൻജറോ ആ ഡീമണെ കൊന്നതിന് ശേഷം ആ ഡീമൺ ടാൻജറയോട് പറയാണ്, ഈ കാട്ടിൽ 12 സിസുക്കിയിൽപ്പെട്ട ഒരു ഡീമൺ ഉണ്ട്, അവന്റെ കയ്യിൽ പെടാതെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ ഡീമൺ അവിടെ നിന്നും മറഞ്ഞു പോവാണ്. ഇത് കണ്ട് ടാൻജറോ, തീർച്ചയായിട്ടും ഞാൻ ആ ഡീമണെ കണ്ടുപിടിക്കും, ആ ഡീമന്റെ ശരീരത്തിൽ മുസാൻ കിബിക്സുജിയുടെ ബ്ലഡ് ഉണ്ട്, അതുകൊണ്ട് മാത്രമേ എനിക്ക് എന്റെ അനിയത്തിയായിട്ടുള്ള നിസ്കോയെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നു. പിന്നീടാണ് ടാൻജറോ നമ്മുടെ ഇനോസ്കിയെ പറ്റി ആലോചിക്കുന്നത്. അയ്യോ, ഞാൻ ഇനോസ്കിയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ടാൻജറോ ഇനോസ്കിയുടെ അടുത്തോട്ട് ഓടുന്നു. ഇനോസ്കി ടാൻജറോയും കാത്തു നിൽക്കുമായിരുന്നു അവിടെ. ടാൻജറോയെ കണ്ടുടനെ തന്നെ ഇനോസ്കി പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു നീ തീർച്ചയായിട്ടും ആ ഡീമണെ കൊന്നു കളയുമെന്ന്, അതുകൊണ്ടാണ് നിന്നെ തൂക്കിയെടുത്ത് ഞാൻ അങ്ങോട്ട് എറിഞ്ഞത്. മാത്രമല്ല നിനക്കിപ്പോൾ മനസ്സിലായി കാണല്ലോ എന്റെ പവർ എന്താണെന്ന്, ഞാൻ തന്നെയാണ് പവർഫുൾ എന്ന് ഇനോസ്കി പറയുന്നു. ഇതേ സമയം തന്നെ ഇനോസ്കിയുടെ കയ്യിലും കാലിലും ഒക്കെ ബ്ലഡ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ടാൻജറോ എത്രയും പെട്ടെന്ന് അതിൽ മരുന്ന് പുരട്ടണം, അല്ലെങ്കിൽ അത് സീനാവും എന്ന് പറയുന്നു. ഇത് കേട്ട് ഇനോസ്കി, എനിക്ക് മരുന്നിന്റെ ഒന്നും ആവശ്യമില്ല, എന്റെ ശരീരം വളരെ സ്ട്രോങ് ആണെന്ന് പറയുന്നു. ഇത് കേട്ട് ടാൻജറോ മനസ്സിൽ ചിന്തിക്കുവാണ്, എന്റെ ഫ്രണ്ട്സിനെ ഞാനിപ്പോൾ ഒരു അപകടത്തിലോട്ടാണ് വിളിച്ചു കൊണ്ടുവന്നത്, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ? മാത്രമല്ല ആ ഡീമൺ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ ഫാമിലി ഇവിടെ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, ഇവിടെ 12 സിസുക്കിയിൽപ്പെട്ട ഡീമൺ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് എന്റെ ഫ്രണ്ട്സിന് ആപത്തായിരിക്കും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീട് തന്നെ ടാൻജറോ ഇനോസ്കിയുടെ മുറിവെല്ലാം കെട്ടാൻ വേണ്ടി അവന്റെ നിർബന്ധമില്ലാതെ തന്നെ അവനെ ബലം പിടിച്ച് അവന്റെ മേലിൽ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ സെനിറ്റ്സോയാണ്. അവൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവന്റെ കയ്യിൽ ഭയങ്കര അധികം വേദന ആവുകയാണ്. നോക്കുന്ന സമയത്ത് എന്തോ കൊതുക് കടിച്ച പോലെ എന്തോ സംഭവമുണ്ട്, പക്ഷെ അത് എന്താണ് കടിച്ചതെന്ന് അവനക്ക് മനസ്സിലാവുന്നില്ല. നല്ല രീതിക്ക് പെയിൻ വരുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അവിടെ എന്തോ വൃത്തികെട്ട സ്മെല്ല് വരുവാണ്. ആ സ്മെല്ല് അവനെ കൊണ്ട് താങ്ങാൻ സാധിക്കുന്നില്ല. നോക്കുന്ന സമയത്താണ് അവൻ കാണുന്നത് ഒരുപാട് അധികം ചലന്തികൾ അവന്റെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് നമ്മുടെ സെനിറ്റ്സോക്ക് പേടിയാവുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് എന്റെ പുറകെ നടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. ആരാണ് എന്നെ ഇവിടെ പേടിപ്പിച്ചതിന്റെ മുകളിലൂടെ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞ് അതിനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കണ്ണ് തുറന്ന് നോക്കുന്നത് സെനിറ്റ്സോ. നോക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ തലയുള്ള ഒരു എട്ടുകാലി, അയ്യമ്മച്ചിയേ ഭൂതോന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സോ. പിന്നീട് സെനിറ്റ്സോ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല. ടാൻജറോ, ഇനോസ്കി, നിസ്കോ എന്നെ രക്ഷിക്കടാ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സോ. അങ്ങനെ ഓടുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ട്, ഞാൻ ഇതൊക്കെ സ്വപ്നമായിരിക്കും ചിലപ്പോൾ കാണുന്നത്, കാരണം ഞാൻ ട്രെയിനിങ് എടുത്തത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ട് ഇതൊക്കെ സ്വപ്നമാവാനാണ് സാധ്യത എന്നും പറഞ്ഞുകൊണ്ട്, സ്വപ്നമാവണ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് തുറന്ന് നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് അവന്റെ കൺമുമ്പിൽ അതാ ഒരു വീട് പറന്നു നിൽക്കുന്നു. മാത്രമല്ല ഒരുപാട് അധികം ആളുകളെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്, അവരൊക്കെ ഡീമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് സെനിറ്റ്സോ. പിന്നീടാണ് അങ്ങോട്ടൊരു വൃത്തികെട്ട സ്മെല്ല് വരുന്നത്, അതും വളരെ വൃത്തികെട്ടൊരു സ്മെല്ല്. അത് നമ്മുടെ സെനിറ്റ്സോക്ക് താങ്ങാൻ പോലും പറ്റുന്നില്ല. സെനിറ്റ്സോ പറയുന്നുണ്ട്, ടാൻജറോ എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇപ്പോൾ തന്നെ ചത്തുപോയേനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ആ വീട്ടിൽ നിന്നും ആ പറന്നു നിൽക്കുന്ന ആ സ്പൈഡേഴ്സിന്റെ വല ഉപയോഗിച്ച് പറന്നു നിൽക്കുന്ന ആ വീട്ടിൽ നിന്നും ഡോർ തുറന്നുകൊണ്ട് ഒരാൾ ഇറങ്ങി വരുന്നത്. നോക്കുന്ന സമയത്ത് അത് മനുഷ്യന്റെ തലയുള്ള ഒരു വലിയ എട്ടുകാലിയായിരുന്നു. ഇതിനെ കണ്ടുടനെ തന്നെ യാ ഹൗല വല എന്നും പറഞ്ഞുകൊണ്ട് സെനിറ്റ്സോ, അയ്യോ എന്നെ രക്ഷിക്കണേ, എന്നെ ഇതാ ഡീമൺ കൊല്ലാൻ വരുന്നേന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ആ ഡീമൺ, ഹേ ഡീമൺ സ്ലെയർ എന്ന് വിളിക്കുന്നു. ഇത് കേട്ടുടനെ തന്നെ സെനിറ്റ്സോ, എന്നോട് നീ ഒന്നും മിണ്ടണ്ട, നീ ഒരു ഡീമണാണ്, ഡീമനോട് ഞാൻ സംസാരിക്കാറേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് കണ്ട വഴി ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൺ പറയുകയാണ്, നീ ഓടുകയാണെങ്കിൽ എത്ര ദൂരം ഓടും, നിനക്ക് മാക്സിമം 5 കിലോമീറ്ററേ പോകാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ നിനക്ക് പോകാൻ പറ്റില്ലെന്ന് പറയുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ, നിന്നോടല്ലാടാ ഞാൻ പറഞ്ഞു എന്നോട് സംസാരിക്കണ്ടെന്ന്, നീ എന്നോട് സംസാരിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ആ ഡീമൺ പറയാണ്, അടുത്ത അരമണിക്കൂർ നേരത്തിനുള്ളിൽ നീ ഒരു ഡീമൺ ആവാൻ പോവാണ്, അതിനുള്ള വിഷം നിന്റെ കയ്യിലൊക്കെ ഞാൻ എപ്പോഴേ കുത്തിവെച്ചു എന്ന് പറയുന്നു. സെനിറ്റ്സോ കയ്യിലോട്ട് നോക്കുന്ന സമയത്താണ് അവന്റെ കയ്യിൽ വിഷം കയറിയിട്ടുണ്ട്. അവനെ കടിച്ചത് ഒരു എട്ടുകാലിയാണ്. ആ എട്ടുകാലിയുടെ വിഷം ഈ ഡീമന്റെ മേത്തുള്ള വിഷമാണ്. ഇത് കേട്ട് വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ് സെനിറ്റ്സോ. എന്ത്, ഞാനൊരു ഡീമൺ ആവാൻ പോവാണോ? ഞാൻ മരിക്കാൻ പോവാണോ? ഞാനൊരു ഡീമൺ ആവാൻ പോവാണോ? എനിക്ക് ഡീമൺ ആവണ്ട എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ ആ ഡീമൺ ഒരു വാച്ച് എടുത്ത് അവനെ കാണിച്ചു കൊടുക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ നിന്റെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ആ വിഷം സ്പ്രെഡ് ആവും. 10 മിനിറ്റിനുള്ളിൽ നിന്റെ കൈയും കാലുകളൊക്കെ എന്നെ പോലെ ചലന്തിയുടെ കൈയും കാലുമായിട്ട് മാറും. മാത്രമല്ല അടുത്ത 10 മിനിറ്റിനുള്ളിൽ നീ ഒരു ഡീമൺ ആയിട്ട് മാറാൻ തുടങ്ങും. അങ്ങനെ അരമണിക്കൂർ കഴിയുന്ന സമയത്ത് ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്ന എൻ്റെ ഒരു അടിമയായിട്ടുള്ള ഒരു ഡീമണായിട്ട് നീ മാറുമെന്ന് സെനിറ്റ്സോയോട് പറയുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അവന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അവനക്ക് കരയണോ, ഒച്ച വെക്കണോ, ഇവിടെ നിന്ന് ഓടിപ്പോണോ എന്നൊന്നും തന്നെ അവന് അറിയാൻ പാടില്ല. ഇതേ സമയമാണ് അവന്റെ കാലിന് ചുറ്റും നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടിയുടെ തലയുള്ള സ്പൈഡർ അങ്ങോട്ട് വരുന്നത്. ഇത് കണ്ടനെ തന്നെ അയ്യോ എന്നെ ഇതാ കൊല്ലാൻ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് കണ്ട വഴി ഓടിക്കൊണ്ടിരിക്കുകയാണ് സെനിറ്റ്സോ. അങ്ങനെ ഞാൻ ചത്താലും ഡീമൺ ആവൂലടാ എന്നും
എന്നും പറഞ്ഞുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജെനിറ്റ്സോ. പക്ഷേ ആ സ്പൈഡർ ഡീമൺ പറയുന്നുണ്ട്, നീ ഓടുകയാണെങ്കിൽ അധിക ദൂരം നിന്നെ കൊണ്ട് ഓടാൻ സാധിക്കില്ല, നീ തീർച്ചയായിട്ടും ഒരു ഡീമണായിട്ട് മാറുമെന്ന് പറയുന്നു. ഇത് കേട്ട് സങ്കടം വന്ന് ജെനിറ്റ്സോ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മണ്ടയിൽ കയറിയിട്ടിരുന്ന് കരയുവാണ്. അയ്യോ, ഞാനൊരു ഡീമൺ ആവാൻ പോവാണ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഞാനൊരു ഡീമൺ സ്ലെയർ ആയിട്ട് ഞാൻ ഒരിക്കലും മരിക്കൂല എന്നല്ലേ വിചാരിച്ചത്, പക്ഷെ ഞാനിപ്പോൾ ഈ ഡീമണിന്റെ കൈ കൊണ്ട് മരിക്കാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. പണ്ട് ഇതുപോലെ നമ്മുടെ ജെനിറ്റ്സോ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അവനും ഒരു മരത്തിന്റെ മണ്ടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവന്റെ വളർത്തച്ഛനായിട്ടുള്ള അവൻ മുത്തശ്ശൻ എന്ന് വിളിക്കുന്ന ഹാഷറ ടീമിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പനാണ് അവനിപ്പോൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ജെനിറ്റ്സോക്ക് പേടിയാണല്ലോ, അതുകൊണ്ട് അവനിപ്പോൾ മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. ആ അപ്പൂപ്പൻ വിളിച്ച് പറയുന്നുണ്ട്, ജെനിറ്റ്സോ മര്യാദക്ക് നീ ഇറങ്ങി വാ, നീ ട്രെയിൻ ചെയ്തേ പറ്റൂ, എന്നാലേ നിനക്കൊരു ഡീമൺ സ്ലെയർ ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പൂപ്പൻ അവനോട് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ജെനിറ്റ്സോ ആ അപ്പൂപ്പനോട് പറയുന്നു, എന്റെ മുത്തശ്ശ, ഞാൻ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് തന്നെ നിങ്ങളുടെ ട്രെയിനിങ് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ട് ആ അപ്പൂപ്പൻ പറയാണ്, എന്നെ നീ മുത്തശ്ശ എന്ന് വിളിക്കരുത്, എന്നെ മാസ്റ്റർ എന്ന് വേണം വിളിക്കാൻ എന്ന് പറയുന്നു. ഇത് കേട്ട് ജെനിറ്റ്സോ, എനിക്ക് നിങ്ങളെ മുത്തശ്ശനായിട്ടേ കാണാൻ പറ്റുള്ളൂ, എനിക്ക് അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ആ അപ്പൂപ്പൻ ഇവൻ മുത്തശ്ശൻ എന്ന് വിളിക്കുന്നതെന്ന് നോക്കി കഴിയുന്ന സമയത്താണ് നമ്മുടെ ജെനിറ്റ്സോക്ക് പറയാൻ അച്ഛനോ അമ്മയോ കുടുംബമോ അങ്ങനെ ആരും തന്നെ ഇല്ല, എല്ലാവരും മരിച്ചുപോയി. എന്നാൽ അവന്റെ അച്ഛനും അമ്മയൊക്കെ മേടിച്ച കടം വീട്ടാൻ അവന്റെ അടുത്തോട്ടാണ് കടം കൊടുത്ത ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത്. മര്യാദയ്ക്ക് ഞങ്ങൾ തന്ന പൈസ തിരിച്ചു തരാൻ അവനോടാണ് പറയുന്നത്. പക്ഷേ അവൻ എവിടെ നിന്നിട്ട് കൊടുക്കും, അവൻ കുഞ്ഞു കുട്ടിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ അപ്പൂപ്പൻ അവനെ കാണുകയും അവർക്ക് വേണ്ട പൈസ അപ്പൂപ്പന് കൊടുത്തിട്ട് അപ്പൂപ്പൻ ഇവനെ ഒരു കൊച്ചുമോനായിട്ട് വളർത്തി വലുതാക്കുകയും ചെയ്യുന്നു, സ്വന്തം കൊച്ചുമോനെ പോലെ. പക്ഷേ അപ്പൂപ്പൻ ഇവനെ ഡീമൺ സ്ലെയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജെനിറ്റ്സോ ആ മുത്തശ്ശനോട് പറയുന്നു, എന്നെ കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിക്കലും ഒരു ഡീമൺ സ്ലെയർ ആവാൻ പറ്റില്ല, കാരണം ഞാൻ സാധാരണ ഒരു പയ്യനാണ്, നിങ്ങളുടെ ഒരു കൊച്ചുമോനാണ്, എന്നെ ഡീമൺ സ്ലെയർ ആക്കല്ലേ, എന്നെ കൊണ്ട് അതിന് പറ്റില്ല, ദയവ് ചെയ്ത് എന്നെ അതിന് നിർബന്ധിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം തന്നെ അവൻ ഇരുന്നിരുന്ന മരത്തിൽ ഒരു ഇടി അങ്ങ് വെട്ടുവാണ്. അവന്റെ ബോധം പോവാണ്, അവൻ അതിൽ നിന്നും താഴോട്ട് വീഴുന്നു. ഇത് കണ്ട് ആ മുത്തശ്ശൻ ജെനിറ്റ്സോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നു. അവൻ ആ മരത്തിൽ നിന്ന് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് അവന്റെ ഹെയറിന്റെ കളർ മാറിയിട്ട് ഒരുമാതിരി പച്ച കളർ ആവുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, കാരണം ഇതിനു മുൻപ് അത് നോർമൽ കളർ ഹെയർ ആയിരുന്നു. പിന്നീട് അവൻ ഇവിടെ കിടന്ന് നിലവിളിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു ഇടി വെട്ടിയിട്ട് മരിക്കാത്ത ഞാനിപ്പോ ഒരു ഡീമന്റെ കൈ കൊണ്ട് ഇപ്പൊ മരിക്കാൻ പോവാണ്, അതും എന്റെ കൂടെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് ഞാൻ മരിക്കാൻ പോവാണ്. എന്റെ മാസ്റ്റർ പറയുന്നതൊക്കെ ഞാൻ മര്യാദക്ക് കേട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിപ്പോൾ ഈ ഡീമനെ ഇല്ലാതാക്കാമായിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് അതിന് സാധിച്ചില്ല, ഞാനൊരു മണ്ടനാണ്, ഞാനൊരു മണ്ടനായിട്ടുള്ള ഡീമൺ സ്ലെയർ ആണ്, എനിക്ക് ഡീമൺ സ്ലെയർ ആവാനുള്ള യോഗ്യതയില്ല, എന്നെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല, ഞാനൊരു ഡീമൺ ആവാൻ പോവാണ് എന്നും പറഞ്ഞുകൊണ്ട് അവന്റെ മുടി പിടിച്ച് വലിച്ചാണ്. ഇതേ സമയമാണ് അവന്റെ മുടിയൊക്കെ കയ്യിലൂടെ പോരുന്നത്. ഇത് കണ്ട് അവൻ ആശ്ചര്യത്തോടെ നോക്കുവാണ്. ആ ഡീമനോട് ചോദിക്കുന്നു, ഞാനൊരു ഡീമൺ ആവുന്ന സമയത്ത് എന്റെ മുടി കൊഴിയുന്നു നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ചിരിക്കുകയാണ്. പക്ഷേ അതുകൂടി ആയ സമയത്ത് നമ്മുടെ ജെനിറ്റ്സോയുടെ ബോധം മൊത്തത്തിൽ അങ്ങ് പോവാണ്. അവൻ ആ മരത്തിൽ തൂങ്ങി കിടക്കുവാണ്. എന്നാൽ ഇതേ സമയം തന്നെ ആ ഡീമൺ കുട്ടികളെല്ലാം കൂടി നമ്മുടെ ജെനിറ്റ്സോയെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഈ വലിയ സ്പൈഡർ ഡീമൺ അവനെ തന്നെ നോക്കിയേ, ഇവൻ ചത്തുപോയോ, ഇവനെ കൊല്ലാനല്ലേ അവരെ പറഞ്ഞു വിട്ടെ, അതിനു മുമ്പ് തന്നെ ഇവൻ ചത്തുപോയോ, ഇവനെ ഒരു മണ്ടനാണെന്ന് തോന്നുന്നു, അതാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്, തീർച്ചയായിട്ടും ഇവനൊക്കെ ആരാണ് ഡീമൺ സ്ലെയർ ആക്കിയത് എന്നും പറഞ്ഞുകൊണ്ട് ചിന്തിച്ചിരിക്കുകയാണ്. എന്നാൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മുടെ ജെനിറ്റ്സോ. പക്ഷേ നമ്മുടെ ജെനിറ്റ്സോ എന്നാ സുമ്മാവാ, താഴോട്ട് വീണുകൊണ്ടിരിക്കുന്ന ജെനിറ്റ്സോ തണ്ടർ ബ്രീത്തിങ് ഫസ്റ്റ് ഫോം എന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ഡീമണെ കൊല്ലാൻ വേണ്ടി ആ ഡീമന്റെ അടുത്തോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ ഡീമൺ അവന്റെ മേത്തോട്ട് വിഷമിടുകയാണ്. എന്നാൽ അതിൽ നിന്നും ജെനിറ്റ്സോ വളരെ സ്പീഡിൽ തന്നെ തെന്നി മാറുന്നുണ്ട്. വെറും 10 അടി ദൂരത്തിൽ നിന്നും എന്റെ അറ്റാക്കിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടെങ്കിൽ ഇവനൊരു സാധാരണക്കാരനല്ല എന്ന് ആ ഡീമണ് മനസ്സിലാവുന്നു. ഇവൻ അടുത്തതായിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് അവനെ തന്നെ നോക്കി നിൽക്കുന്നു. ഇതൊന്നും അവൻ ബോധത്തോടെ ചെയ്യുന്നല്ല എന്നുള്ള കാര്യം ഡീമൺ അറിയാൻ പാടില്ല. താഴെ നിൽക്കുന്ന ജെനിറ്റ്സോ അവന്റെ തണ്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്താണ് ആ ഡീമൺ അവന്റെ കുട്ടി കുട്ടി ഡീമൺസിനെയൊക്കെ പുറത്തു വിടിച്ചിട്ട് അവനെ കൊല്ലാൻ വേണ്ടി വിടുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ തെന്നി മാറിക്കൊണ്ടിരിക്കുകയാണ് ജെനിറ്റ്സോ. ഇതിൽ നിന്നും തെന്നി മാറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ആ ഡീമൺ അവന്റെ വിഷം ഉപയോഗിച്ച് ഇവന്റെ മേത്തോട്ട് എറിയാണ്. എന്നാൽ അതിൽ നിന്നും നൈസ് ആയിട്ട് ചാടി മാറുവാണ് ജെനിറ്റ്സോ. അങ്ങനെ വീണ്ടും തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അവൻ. ഇത് കണ്ട് ആ ഡീമൺ, ഇവൻക്ക് തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ അറിയാൻ പാടുള്ളൂ, ഇവനെന്താ വീണ്ടും വീണ്ടും ഒരേ ഫോം തന്നെ യൂസ് ചെയ്യുന്നത്, ഇവൻക്ക് അത് മാത്രമേ അറിയാൻ പാടുള്ളൂ, എന്നെ ഇവനെ തോൽപ്പിക്കാൻ എളുപ്പമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഡീമൺ. ഇതേ സമയം തന്നെ തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫസ്റ്റ് ഫോമിൽ തന്നെ ഇരുന്നുകൊണ്ട് ജെനിറ്റ്സോ ചിന്തിക്കുകയാണ് അവന്റെ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ. മാസ്റ്റർ അവന് തണ്ടർ ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. നീ പഠിക്കാൻ പോകുന്ന തണ്ടർ ബ്രീത്തിങ് ടെക്നിക്കിൽ മൊത്തം 6 ഫോംസ് ആണുള്ളത്. ആ 6ഉം നീ വളരെ കൃത്യമായിട്ട് എന്നെ പഠിച്ചിരിക്കണം. പക്ഷേ നീ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പഠിക്കാൻ പോകുന്ന 6 ഫോംസും കറക്റ്റായിട്ട് എവിടേക്ക് യൂസ് ചെയ്യണം എന്നുള്ള കാര്യം നീ കറക്റ്റായിട്ട് തന്നെ ചിന്തിക്കണം. ആവശ്യമില്ലാത്ത സ്ഥലത്ത് നീ വെറുതെ ആവശ്യത്തിൽ കൂടുതലുള്ള ഫോംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല
പാടില്ല എന്നൊക്കെ അവന്റെ മാസ്റ്റർ അവന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാസ്റ്റർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സെനിറ്റ്സോ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവനെ കൊണ്ട് അനങ്ങാൻ സാധിക്കുന്നില്ല. നോക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിൽ മൊത്തമായിട്ട് ഇപ്പോൾ വിഷം കയറിയിട്ടുണ്ട്, എല്ലായിടത്തും വിഷം സ്പ്രെഡ് ആയിട്ടുണ്ട്. അവനെ കൊണ്ട് അവിടുന്ന് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ഇതേ സമയം തന്നെ മാസ്റ്റർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി അവൻ ചിന്തിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ നിന്റെ കോൺഫിഡൻസ് കളയരുത്. നീ തീർച്ചയായിട്ടും വിജയിക്കണമെങ്കിൽ നീ നിന്റെ കോൺഫിഡൻസിനെ വിശ്വസിക്കണം, നീ നിന്നെ വിശ്വസിക്കണം, നീ നിന്റെ കട്ടാനെയും വിശ്വസിക്കണം. എന്നാലേ നിനക്ക് എല്ലാത്തിലും വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. പതിയെ സെനിറ്റ്സോ അവന്റെ ശരീരം ലൈറ്റ്നിങ് ഫോമിലോട്ട് കൊണ്ടുവരാണ്. അതായത് ഇപ്പൊ അവൾ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ വേറൊരു ഫ്ലാഷ് ബാക്ക് കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ സെനിറ്റ്സോയുടെ മാസ്റ്ററിന്റെ കൂടെ വേറൊരു ശിഷ്യനും കൂടി ഉണ്ടായിരുന്നു. അവനെയും ഡീമൺ സ്ലെയർ ആക്കാൻ വേണ്ടി മാസ്റ്റർ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അവനക്ക് സെനിറ്റ്സോനെ തീരെ ഇഷ്ടമല്ല. കാരണം സെനിറ്റ്സോ ഒരു മണ്ടനാണ്, എല്ലാ കാര്യങ്ങളിലും പേടിച്ച് ഓടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിനക്കൊരിക്കലും ഈ മാസ്റ്ററിന്റെ കൂടെ ഒരു ശിഷ്യനായിട്ടിരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞ് സെനിറ്റ്സോനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ മാസ്റ്റർ ഒരു ആഷിറ ടീമിൽപ്പെട്ട ആളാണ്. അതൊന്നും നീ പുറത്തു പോയി ഞാൻ ആഷിറ ടീമിൽപ്പെട്ട ഒരാളുടെ ശിഷ്യനായിട്ടിരുന്നു എന്നൊന്നും പോയി പറയരുത്, അത് നമ്മുടെ മാസ്റ്ററിനാണ് നാണക്കേടെന്നൊക്കെ സെനിറ്റ്സോയോട് പറയുന്നു. ഇത്രയും മണ്ടനായിട്ടുള്ള നീയൊന്നും ഒരിക്കലും ഈ ടീമിൽ ഉണ്ടാകാൻ പാടില്ല, നീ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോ, അതാ നിനക്ക് നല്ലതെന്ന് പറയുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ ചിന്തിക്കുകയാണ്, നീ പറഞ്ഞത് ശരിയാ, ഞാനൊരു മണ്ടനാണ്. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ചെറുപ്പത്തിൽ മരിക്കുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ മരിച്ചിരുന്നെങ്കിൽ ഞാൻ കാരണം ആർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എനിക്കിപ്പോൾ പറയാൻ ഫാമിലിയും ഇല്ല, ഫ്രണ്ട്സും ഇല്ല. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നോട് കൂട്ടുകൂടാനും വരാറില്ല. എന്നാൽ എൻ്റെ മാസ്റ്റർ മാത്രമാണ് എന്നോട് സംസാരിക്കുന്നത്. അവരെന്നെ ദത്തെടുത്തതിന് ശേഷം എൻ്റെ മുകളിലുള്ള അവർക്കൊരു വിശ്വാസമുണ്ട്. എനിക്ക് എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തന്നു. എന്നെ ഒരു ഡീമൺ സ്ലെയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. എത്ര പ്രാവശ്യം ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും മാസ്റ്റർ എന്നെ കണ്ടുപിടിക്കും. എന്നാൽ ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടും മാസ്റ്റർ എന്നോട് ദേഷ്യത്തോടെ ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. സ്നേഹത്തോടെ വീണ്ടും വീണ്ടും എന്നെ ഡീമൺ സ്ലെയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം എൻ്റെ മാസ്റ്ററിന് എന്നിൽ അത്രയും വിശ്വാസമുണ്ട്, അതൊരിക്കലും ഞാൻ കളയില്ല. ഇതേ സമയം തന്നെ ആ സ്പൈഡർ ഡീമൻ, നിങ്ങൾ എന്താണ് നോക്കി നിൽക്കുന്നത്, അവനെ അറ്റാക്ക് ചെയ്യടാ എന്ന് അവിടെയുള്ള കുട്ടി ഡീമൻസിനോട് പറയുന്നു. ഇതേ സമയം തന്നെ സെനിറ്റ്സോയുടെ വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ വേണ്ടി തുടങ്ങി. അത്രയധികം വിഷം അവൻ്റെ ആ ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഈ സമയം മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന കുട്ടി കുട്ടി ഡീമൻസ് എല്ലാതും കൂടി അവൻ്റെ മേലോട്ട് ചാടുന്നു. എന്നാൽ അവിടെ സെനിറ്റ്സോയുടെ ശരീരത്തിൽ നിന്നും ഒരുപാടധികം ലൈറ്റ്നിങ് വരുവാണ്. ആ ഡീമൻസ് എല്ലാം കൂടി അവിടെ നിന്നും പറന്ന് പോവാണ്. അവൻ തണ്ടർ ബ്രീത്തിങ്ങിന്റെ ഫസ്റ്റ് ഫോം തന്നെ യൂസ് ചെയ്ത് അവന്റെ ഫുൾ ഐക്കോണിക് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അവന്റെ ഫുൾ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് അവൻ ആ ഒറ്റ ഫോമിൽ ആ ഒറ്റ ഷോട്ടിൽ ഓടിപ്പോയി സ്പീഡിൽ വന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഡീമൺസിനെയും ഇല്ലാതാക്കിക്കൊണ്ട് അവിടെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ ആ ഡീമൺ കാണുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ആ ഡീമൺ അവന്റെ വീട്ടിന്റെ അകത്തോട്ട് കയറിപ്പോവാണ്. എന്നാൽ അവൻ ഉപയോഗിച്ചിരുന്ന അതേ വെബ് യൂസ് ചെയ്ത് അതിൽ ചവിട്ടിക്കൊണ്ട് സെനിറ്റ്സോ ഓടിപ്പോയി ആ വീടിന്റെ ഉള്ളിലൂടെ ചാടി കയറി ഒറ്റ വെട്ട അങ്ങ് വെട്ടുവാണ്. അവന്റെ തല അങ്ങ് തെറിച്ചു പോകുന്നു. അങ്ങനെ സെനിറ്റ്സോ ആകാശത്ത് നിന്നും അതിനെ നോക്കുവാണ്. അത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വരവായതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഇവൻ ഇത്രത്തോളം പവർ ഉണ്ടോ, ഇവൻ ശരിക്കും ആരാ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഡീമണെ ഇല്ലാതാക്കുന്നു. ഇതേ സമയം സെനിറ്റ്സോ വീണ്ടും തളർന്നു പോകുന്നു. ആ വീടിന്റെ മുകളിലോട്ട് വന്ന് വീഴുവാണ്. അവന്റെ ശരീരത്തിൽ മൊത്തമായിട്ട് ഇപ്പോൾ ആ ഡീമന്റെ വിഷം നിറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ മരിക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നൽ അവന് വരുവാണ്. മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഒരു ആഗ്രഹം കൂടി അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഫാമിലിയുടെ മുമ്പിൽ, അവനെ ഇഷ്ടപ്പെടുന്നവരുടെ മുമ്പിൽ അവനൊരു വലിയ ആളായിട്ട് അവനെ എല്ലാവരും ബഹുമാനിക്കുന്ന രീതിയിൽ, അവനെ എല്ലാവരും നല്ലത് പറയുന്ന രീതിയിൽ അവനെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അവൻ്റെ ആ കുരുവി അവൻ്റെ അടുത്തോട്ട് വരുവാണ്. അവൻ പറയുന്നുണ്ട്, ഇനി ഞാൻ ഒരിക്കലും നിനക്ക് ശല്യമായിട്ട് വരില്ല. ഞാൻ കാരണം നിനക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ, അതൊക്കെ കുഴപ്പമില്ല. ഇനി ഞാൻ ഒരിക്കലും നിനക്ക് ശല്യമായിട്ട് വരില്ല, ഞാൻ മരിക്കാൻ പോവാണെന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട ആ കുരുവി അവിടെ നിന്നും പറന്നു പോവാണ്. ഇത് കണ്ട് സെനിറ്റ്സോക്ക് അധികം വിഷമം വരുന്നുണ്ട്. ഞാൻ മരിക്കുന്ന സമയത്ത് ഒരാൾ പോലും ഇല്ലല്ലോ എൻ്റെ കൂടെ, ഞാൻ എപ്പോഴും തനിച്ചാണ്, ഞാൻ എപ്പോഴും അനാഥനാണ് എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് ശരിക്കും ഓക്സിജൻ എടുക്കാൻ പോലും പറ്റുന്നില്ല. പതിയെ അവൻ്റെ ബ്രീത്തിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ കണ്ണടയ്ക്കുന്നു. അവൻ്റെ മാസ്റ്ററെ ചിന്തിക്കുന്നു. മാസ്റ്റർ അവനോട് പറയാണ്, വിട്ടുകൊടുക്കരുത് സെനിറ്റ്സോ, നിന്നെ കൊണ്ട് സാധിക്കും, നീ ഒരിക്കലും മരിക്കേണ്ടവനല്ല, നീയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് സെനിറ്റ്സോ അവൻ്റെ തണ്ടർ ബ്രീത്തിങ് ഉപയോഗിച്ച് അവൻ കുറച്ചുകൂടി സ്പീഡിൽ ബ്രീത്തിങ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ സ്പൈഡറിൻ്റെ വിഷം അവൻ്റെ ശരീരത്തിൽ പടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് ടാൻജിറോ ആകാശത്തോട്ട് നോക്കുന്നത്. ഒരു ഇടിമിന്നലിന്റെ ശബ്ദം അവൻ കേട്ടു. മാത്രമല്ല തണ്ടർ വന്ന ഒരു സ്മെല്ലും അവൻ അവിടെ കിട്ടുന്നുണ്ട്. ഈ കാര്യം ഇനോസ്കിയോട് ടാൻജിറോ പറയുന്നുണ്ട്. ഇനോസ്കി പറയുന്നുണ്ട്, ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കാട്ടിൽ ഇത്രയധികം വെളിച്ചം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ഇടിമിന്നലിന്റെ വെളിച്ചമൊന്നും കണ്ടില്ല, ഞാൻ ശബ്ദവും കേട്ടില്ല, പിന്നെ എനിക്ക് സ്മെല്ല് ചെയ്യാനുള്ള പവർ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതും കിട്ടിയില്ല.
എന്തായാലും ഇവിടെയുള്ള ഡീമണെ ഞാൻ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ട് ടാഞ്ചർ ചോദിക്കുകയാണ്, യഥാർത്ഥ വഴി ഇതല്ലല്ലോ, പിന്നെ നിന്റെ നീ ഇതിനെ പോണെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് ഇനോസ്കി പറയാണ്, നിനക്കറിയില്ലേ ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന്, എന്നെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെ പോവും, നീ വേറെ ഏതെങ്കിലുമൊക്കെ പൊക്കോ. ഇത് കേട്ട് ടാഞ്ചറോ പറയാണ്, നീയാണോ സ്ട്രോങ് ആയിട്ടുള്ള ആൾ? ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് നോക്കിയാൽ പോലും നിന്റെ മേത്തുള്ള മുറിവൊക്കെ കാണാം, നീയാണോ സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞ് അവനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഇതേ സമയമാണ് ആ റിവറിന്റെ അപ്പുറത്തൊരു ഡീമൺ, ആ പെണ്ണ് ഡീമൺ നിൽക്കുന്നത്. ഇത് കണ്ടുടനെ തന്നെ ഇനോസ്കി, ഞാൻ തന്നെ അവളെ കൊല്ലും, ഞാൻ പറഞ്ഞില്ല അതിനപ്പുറത്തൊരു ഡീമൺ ഉണ്ടെന്ന്, ഞാൻ തന്നെ ആദ്യം അവളെ കൊല്ലും എന്ന് പറഞ്ഞ് അവളുടെ അടുത്തോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് ആ ഡീമൺ പറയുന്നത്, അപ്പാ എന്നെ കൊല്ലാൻ വരുന്നത് നിങ്ങൾ രക്ഷിക്കുമെന്നും പറയുന്നു. അങ്ങ് ആകാശത്ത് നിന്നും ഒരു വലിയൊരു എമ്മണ്ട സാധനം ആകാശത്തു നിന്നും താഴോട്ട് ചാടുവാണ് ഇനോസ്കിയുടെ എടുത്തോട്ട്. എന്നാൽ ഇനോസ്കി അവിടെ നിന്ന് ചാടി മാറുവാണ്. ആ ഡീമൻ ഇനോസ്കിയോട് എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്നും പറഞ്ഞുകൊണ്ട് അവനെ ഒറ്റ ഇടി ഇടിക്കുന്നു. എന്നാൽ അവൻ അവിടെ നിന്നും ചാടി മാറുവാണ്. ഇതേ സമയം അവൻ നിന്നിരുന്ന ആ കല്ല് പീസായിട്ട് അങ്ങ് തെറിച്ചു വീണുകൊണ്ടിരിക്കുന്നു. ആ കുട്ടി ഡീമൺ പറയുന്നുണ്ട്, ബാക്കിയൊക്കെ അച്ഛൻ നോക്കിക്കോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. വീണ്ടും ഇനോസ്കിയെ കൊല്ലാൻ വേണ്ടി ആ ഡീമൺ ഇനോസ്കിയുടെ മേത്തോട്ട് അവന്റെ കൈ ഉപയോഗിച്ച് ഇടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് കണ്ട് ടാഞ്ചറോ ഓടിപ്പോയി അവന്റെ വാട്ടർ ബ്രീത്തിങ് ടെക്നിക്ക് യൂസ് ചെയ്ത് ആ ഡീമണിനെ കൈ അങ്ങ് വെട്ടുന്നത് കാണിച്ചിട്ടാണ് ഡീമൺ സ്ലെയർ എന്ന ഈ TV സീരീസിന്റെ 17ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഗായ്സ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരെ, അതുവരേക്കും ബൈ.